അമേരിക്കയുടെ റിസർച്ച് സെൻ്ററാണത്. ഈ കടൽ നല്ല റഫാണ്. അത് കാരണം ആ എക്സ്പെഡീഷൻ തന്നെയാണ് ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ പേടിയുണ്ട്. ഈ ഷീറ്റ് എന്ന് പറയുമ്പോഴത്തെ ഗാൽവനൈസ്ഡ് സ്റ്റീലാണ്. 2006 പെയിൻറ്റ് ചെയ്തതാണ് ഈ പെയിൻറ്റ്. 2 വലിയ ടാങ്കറുകൾ ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ എല്ലായിടത്തേക്കും സപ്ലൈ ചെയ്യാൻ കഴിയും. ഭയങ്കര പൊക്കമാണ്. ഞാനിങ്ങനെ നോക്കണം. ഈ ബിൽഡിങ്ങിനകത്തെ ഗിഫ്റ്റ് ഷോപ്പുണ്ട്. തൊപ്പി മേടിച്ചു മെമ്മറലായിട്ട്. ഇവിടെ വരുന്നവർ അവരുടെ പാസ്പോർട്ടിൽ സീല് കൊണ്ട് സ്റ്റാമ്പ് ചെയ്യാറുണ്ട്. ഏത് അന്റാർട്ടിക്കൻ റിസർച്ച് സ്റ്റേഷനിലും അങ്ങനെയാണ് ഇവരുടെ നിയമം. ഞങ്ങൾ പാമർ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഈ കടൽ നല്ല റഫാണ്, മാത്രമല്ല നല്ല വിൻഡിയാണ്. ഇന്നലെ ഒരു അപകടം ഉണ്ടായിരുന്നല്ലോ, അത് കാരണം ആ എക്സ്പെഡീഷൻ തന്നെയാണ് ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ പേടിയുണ്ട്. പുള്ളിയുടെ കുഴപ്പമല്ല. ഇന്നലെ പിന്നെ ഒരു പാറയിൽ തട്ടിയതാണ്. ഈ കടൽ അല്പം ശോഭിച്ച നിലയിലാണ്. അക്കാണുന്നതാണ് പാമർ സ്റ്റേഷൻ. അമേരിക്കയുടെ റിസർച്ച് സെൻ്ററാണത്. ഈ ബോട്ട് അങ്ങോട്ട് അടുത്തിട്ടിരിക്കാൻ മൊബൈൽ റേഞ്ചോ ഇൻ്റർനെറ്റോ ഇല്ലാതെ ഈ -डिग्री തണുപ്പിൽ ലോകത്തിൻ്റെ ഒരറ്റത്ത് കുറച്ച് മനുഷ്യർ മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലം, അതും ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഭൂഖണ്ഡത്തിൽ. അന്റാർട്ടിക്കയിലെ അമേരിക്കയുടെ ഒരു വലിയ റിസർച്ച് സ്റ്റേഷൻ, പാമർ റിസർച്ച് സ്റ്റേഷൻ. ഞാൻ അവിടെയാണ്. I'd like to welcome you on behalf of the United States Aeronautic Program and National Science Foundation, who runs the U.S. Antarctic Program. 1920 അന്റാർട്ടിക്ക കണ്ടുപിടിച്ച നാവികരിൽ ഒരാളായ അമേരിക്കൻ നഥാനിയൽ പാമറുടെ പേരിലാണ് ഈ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. That's one of the main buildings. It was built in 1965. I think it actually took a few seasons. But this is where the main science goes on. There's the second floor where those people are standing. That's our galley. 1965 ഓൾഡ് പാമർ എന്ന പേരിൽ ഇതൊരു താൽക്കാലിക താവളമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ആധുനിക പാമർ സ്റ്റേഷൻ പണികഴിപ്പിച്ചത് 1968 NSF അഥവാ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ കണ്ടെയ്നർ ഷീറ്റ് കൊണ്ടാണ് പ്രധാനമായി നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇരുമ്പും വുഡും ചേർത്തുകൊണ്ടാണ് പണിതിരിക്കുന്നത്. It gets mixed with our RO, or reverse osmosis discharge, and then it gets pumped back out after going through that macerator. But we have no divers here right now, but they will be coming in January. So as you can imagine, it's very cold. They do wear dry suits, but ഇവരുടെ ഹോട്ട് ടബാണ്. ഈ ഡൈവേഴ്സ് ഈ തണുത്ത വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു കയറി അവർക്ക് ഈ ഹോട്ട് ടബിൽ വന്ന് അവരുടെ ശരീരം ശരിക്കും ചൂടാക്കാം. അതിനുള്ള സംവിധാനമാണ് ഇത്. വലിയൊരു റിസർച്ച് സെൻ്ററാണ്. അമേരിക്കയ്ക്ക് ഈ അന്റാർട്ടിക്കയിൽ 3 എണ്ണം ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പാമർ സ്റ്റേഷൻ. ഇത് വലിയ രീതിയിലാണ് ഇവർ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഇവരുടെ സോന സൗകര്യങ്ങളുള്ള ചെറിയൊരു റൂമാണ്. കാരണം ഇവർക്ക് എപ്പോഴും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ശരീരം ചൂടാക്കി റിലാക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സോന സെൻറ്റർ. The maximum is usually during the summer, because that's when the weather's the best. So they'll have more researchers, more scientists come down. വേനൽക്കാലത്ത് പരമാവധി 40 മുതൽ 50 വരെ ആളുകളും, കഠിനമായ തണുപ്പ് കാലത്ത് 10 മുതൽ 15 വരെ ആളുകൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. What's the temperature? Oh, that's a really good question. I know it could get down in like single digits pretty easily. But as a whole, between the 3 stations, Palmer Station is actually the most mild, because we're actually north of the Arctic Circle. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു സാധാരണ ടൂറിസ്റ്റ് സ്ഥലമല്ല. ആർട്ടിക് സർക്കിളിന് വടക്കുവശമുള്ള അമേരിക്കയുടെ ഒരേ ഒരു റിസർച്ച് സ്റ്റേഷൻ പാമർ സ്റ്റേഷൻ. അന്റാർട്ടിക്കയിലെ ആൻവേഴ്സ് ദ്വീപിലാണ് ഈ പാമർ സ്റ്റേഷൻ ഉള്ളത്. ബാക്കി അന്റാർട്ടിക് സ്റ്റേഷനുമായി നോക്കുമ്പോൾ പാമർ സ്റ്റേഷൻ വളരെ ചെറുതാണ്. ഈ ഷീറ്റ് നിങ്ങൾ നോക്കിയാൽ, ഈ ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗാൽവനൈസ്ഡ് സ്റ്റീലാണ്. കാരണം ഇതുപോലുള്ള ഈ തണുപ്പിനെയും ഈ കടലിൻ്റെ ഉപ്പിനെയും പ്രതിരോധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കട്ടിയായിട്ടുള്ള ഷീറ്റാണ്. അതേപോലെ തന്നെയാണ് ഈ തടിയും ഏറ്റവും നല്ല വുഡാണ്. 2006 പെയിൻറ്റ് ചെയ്തതാണ് ഈ പെയിൻറ്റ്. ഇന്നേ വരെ യാതൊരു പോറലോ മറ്റു കാര്യങ്ങളോ ഇതിലുണ്ടായിട്ടില്ല. ഈ കാണുന്ന ഇവരുടെ പ്രധാനപ്പെട്ട വർക്ക്ഷോപ്പാണ്. ഈ കാണുന്ന ബിൽഡിങ് 3 നിലയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ടോപ്പിൽ അവരുടെ റിസർച്ച് സെൻ്ററാണ്. പിന്നെ താഴെ അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. താഴെ മറ്റേ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാനുള്ള സൗകര്യമാണ്. ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ തീപിടുത്തം ഉണ്ടായാൽ ഈ ടാങ്കിൽ നിന്ന് വെള്ളം എല്ലായിടത്തേക്കും സപ്ലൈ ചെയ്യാൻ കഴിയും.
ഈ കാണുന്ന 2 വലിയ ടാങ്കറുകൾ ഡീസൽ സ്റ്റോറേജ് ചെയ്യാനുള്ള ടാങ്കറുകളാണ്. 1965 അന്റാർട്ടിക്കയിൽ US റിസർച്ച് സെൻറ്റർ തുടങ്ങിയത് ഇവിടെയാണ്. ഇന്ന് 3 സെൻറ്ററുകൾ അന്റാർട്ടിക്കയിലുടനീളം ഉണ്ടെങ്കിലും അതിലേറ്റവും ചെറുതാണ് ഇത്. പക്ഷേ എന്നാൽ ചെറിയ സ്റ്റേഷനാണ് പാമറെങ്കിലും മറ്റുള്ളത് എന്ത് വലുതായിരിക്കും. അപ്പോൾ വലിയ ഒരു ഏരിയയിൽ വലിയൊരു സ്ഥലത്താണ് ഇതിപ്പോൾ ഇവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഭാവി നിർണ്ണയിക്കുന്ന വലിയ വലിയ പരീക്ഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ ആയുസ് അളക്കുന്ന ഈ പാമർ സ്റ്റേഷൻ എന്ന ക്ലിനിക്കിൽ നിന്നും പ്രധാനമായും മറൈൻ ബയോളജി അഥവാ കടൽ ജീവികളെക്കുറിച്ചുള്ള പഠനവും ആഗോള താപനം കാരണം അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകൾ ഉരുകുന്നത് എങ്ങനെയെന്നും ആ പ്രക്രിയ ഇവിടുത്തെ പെൻഗ്വിനുകളെയും മറ്റ് ജീവജാലങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാനമായ പരീക്ഷണങ്ങൾ. ഇവിടെ ഈ കാണുന്നത് ഈ ഫോട്ടോസൊക്കെ ഇതിനു മുമ്പ് ഇവിടെ വർക്ക് ചെയ്തവരുടെ ഫോട്ടോസാണ്. ഈ ബിൽഡിങ്ങിനകത്തെ ഗിഫ്റ്റ് ഷോപ്പുണ്ട്. നമുക്ക് ആവശ്യമുള്ള മെമ്മറബിളായിട്ടുള്ള ഗിഫ്റ്റുകൾ ഇവിടുന്ന് വാങ്ങാം, നാട്ടിൽ കൊണ്ടുപോകാം. ഞാനിവിടെ ഈ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഒരു നല്ല തൊപ്പി മേടിച്ചു മെമ്മറബിളായിട്ട്. ഇത് ഇവരുടെ കോഫി ഷോപ്പാണ്. അപ്പോൾ നമ്മളിവിടെ സന്ദർശിക്കുന്നവർക്ക് ഇവിടെ കോഫി ടീ ഒക്കെ നമുക്ക് സൗജന്യമായിട്ട് ഇവർ തരും. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കുടിക്കാം. ഇവരുടെ കിച്ചൺ ഏരിയ അപ്പോൾ എല്ലാ വിധത്തിലുള്ള എക്യുപ്മെൻറ്റ്സും മറ്റെല്ലാം ഉള്ള ഒരു നല്ല അറേഞ്ച്മെൻറ്റുള്ള കിച്ചണാണത്. ഇവിടെ വരുന്നവർ അവരുടെ പാസ്പോർട്ടിൽ ഇവിടുത്തെ സീല് കൊണ്ട് സ്റ്റാമ്പ് ചെയ്യാറുണ്ട്. ഭയങ്കര പൊക്കമാണ്, ഞാനിങ്ങനെ നോക്കണം. ഇദ്ദേഹം നാടിന് ഞങ്ങളുടെ ഇവിടുത്തെ ടൂർ ഗൈഡ്. ഇദ്ദേഹം ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ? Since 6 October. അമേരിക്ക. Yeah, we're all Americans here. ഓൾ അമേരിക്കൻ. ഒരു വർഷത്തിൽ 7 ഷിപ്പിലുള്ളവർക്ക് മാത്രമേ ഒരു റിസർച്ച് സ്റ്റേഷനിൽ എൻട്രി ഉള്ളൂ. ഈ സ്റ്റേഷനല്ല, ഇവിടുത്തെ ഉള്ള ഏത് അന്റാർട്ടിക്കൻ റിസർച്ച് സ്റ്റേഷനിലും അങ്ങനെയാണ് ഇവരുടെ നിയമം. പിന്നെ വേറൊരു പ്രത്യേകത, പാൻഡമിക്കിന് ശേഷം ഈ സ്റ്റേഷനിലേക്കുള്ള ആദ്യത്തെ എൻട്രി ഞങ്ങളുടെ ഷിപ്പിലുള്ളവർക്കാണ്. ഏതായാലും ഒരു കാര്യം, ഈ ഭൂഗോളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള അന്റാർട്ടിക്കയിലെ 2 റിസർച്ച് സ്റ്റേഷനിൽ, ഒന്ന് ഉക്രൈൻ്റെയും ഒന്ന് അമേരിക്കയുടെയും, ഈ റിസർച്ച് സ്റ്റേഷനിൽ വരാനും ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും പഠിക്കുവാനും കഴിഞ്ഞത് ഒരു ഭാഗ്യം തന്നെയാണ്. ആ കാണുന്ന സീനി ഗ്ലേഷ്യർ കുറേ കാലമായിട്ട് ഇവിടെ തന്നെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. കാരണം ഇതിൻ്റെ അടിത്തട്ട്, കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഇടിച്ചു നിൽക്കുക. വലിയ കൊടുങ്കാറ്റോ ഏതെങ്കിലും പ്രകൃതിക്ഷോഭമോ വന്നാൽ മാത്രമേ ഇത് ഇവിടുന്ന് ചലിക്കുകയുള്ളൂ. എന്തായാലും ഈ കടലിലെ ഏറ്റവും സീനിക്കായ ഒരു ബ്യൂട്ടിയാണ് ഈ ഗ്ലേഷ്യർ. വലിയ പാറക്കൂട്ടങ്ങൾ ഉണ്ടാക്കിയ ചെറിയൊരു ഇടുങ്ങിയ വഴികൾ, ഐസ് വട്ടം കിടക്കുന്നതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്കൊന്ന് പയ്യെ അതിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ ലാസ്റ്റത്തെ ലാൻഡിങ് പ്ലേസായ തിമിംഗല വേട്ടയുടെ ശേഷിപ്പുകളാണ്. സ്വന്തമായിട്ട് ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ചെറിയൊരു ബോട്ടാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു ടണൽ പോലെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇതിൻ്റെ അകത്തേക്കൂടെയുള്ള ഈ ബോട്ടിൻ്റെ സഞ്ചാരം നിർത്തിയത്. തൊടാൻ പറ്റുന്ന ഇതാണ് ഈ കപ്പലിലെ ടീമിലുള്ള എല്ലാ അംഗങ്ങൾക്കും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത തന്നെ.